കുനിശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ 108ാം വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷ പരിപാടി KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരുപോലെ ഇത്തരം വിദ്യാലയങ്ങളെ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങിയ ഒരു കാലമുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഓരോ അധ്യയനവർഷവും അവസാനിക്കുമ്പോൾ നമ്മൾ നടത്തിയ നല്ല പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കേൾക്കാൻ, നമ്മുടെ കുട്ടികൾ പഠിച്ച കാര്യങ്ങൾ വിവിധ കലാരൂപങ്ങളിലൂടെ അവതരിപ്പിക്കാൻ എല്ലാ അവസരങ്ങളിലും കൊണ്ടാണ് ഈ വാർഷികാഘോഷ പരിപാടികളെല്ലാം സംഘടിപ്പിക്കപ്പെട്ടു. വളരെ മികച്ച വിദ്യാലയങ്ങളായി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ മാറ്റുക എന്നത് ഈ നാടിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് യാഥാർത്ഥ്യത്തിൽ എത്തിച്ച ഒരു കാലമാണ് ഈ 10 വർഷക്കാലം. 10 കൊല്ലം മുമ്പ് ഇത്തരം വിദ്യാലയങ്ങൾ ഉൾപ്പെടെ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടിരുന്നു എന്നെല്ലാവർക്കും അറിയാം. നൂറുകണക്കിന് വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരും, ലാഭകരമല്ലാതെ. പൊതുവിദ്യാലയങ്ങൾക്ക് വേണ്ടി സർക്കാർ വെറുതെ പണം മുടക്കേണ്ട കാര്യമില്ലായിരുന്നു. മക്കളെ പഠിപ്പിക്കാൻ മുതലാളിമാർ തയ്യാറാണ്, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് എന്തിനാണ് സർക്കാർ പണം ചെലവാക്കുന്നത് എന്നുമുള്ള നിരവധി ചോദ്യങ്ങൾ ഈ കേരളത്തിലുണ്ടായിരുന്നു. അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, അടച്ചുപൂട്ടി ചില വിദ്യാലയങ്ങൾ എന്ന് മാത്രമല്ല, ചില വിദ്യാലയങ്ങളെ വിളിച്ചു നിരത്താൻ ആ കാലത്ത് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ കൂട്ടുനിൽക്കുന്ന കാഴ്ചയാണ് നോക്കേണ്ടത്. എരുമയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുജാ ശിവരാജൻ അധ്യക്ഷയായി. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ണൻ, PK ഷിബി കൃഷ്ണ, R രമേഷ് കുമാർ, KA ബാബുരാജ്, U അജിത, മഞ്ജുള വിജയൻ എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.